you guys. I hope you enjoyed the flight. See you soon in another. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈവ് മീഡിയ എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നാട്ടിലുള്ള കുറെ കാഴ്ചകളൊക്കെ ഈ ഒരു ലൈവ് മീഡിയയിലൂടെ നിങ്ങൾ കണ്ടു. അപ്പൊ ഇനിയുള്ള കാഴ്ചകളൊക്കെ അങ്ങ് ഭവ്യ ദ്വീപായ ബഹ്റൈനിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഏതാണ്ട് റെഡിയായി. ഇവിടെ ലഗേജൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറേ യാത്രകളൊക്കെ നമ്മൾ ഫ്ലൈറ്റുകളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കോവിഡ് കാലത്ത് യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു കാഴ്ച കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ കൊച്ചിയിൽ ഏകദേശം 12 മണിക്ക് നമ്മളിപ്പോൾ നൈറ്റ് 12 മണിക്ക് അവിടെ എത്തണം. നാളെ രാവിലെ 4:30 എമിറേറ്റ്സ് ഫ്ലൈറ്റാണ് നമുക്കുള്ളത്. ഇത് കൊച്ചി ടു ദുബായ്, ദുബായ് ടു ബഹ്റൈൻ. ഇപ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ലഗേജൊക്കെ ഇവിടെ സെറ്റായി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോവിഡ് കാലത്ത് ഈ ഒരു ഫ്ലൈറ്റ് യാത്രയൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് നമ്മൾ പാസ്പോർട്ടൊക്കെ വേണം. പാസ്പോർട്ടില്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മാസ്കാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു N95 ഒരു മാസ്ക്. കാരണം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടുതലും പാസഞ്ചേഴ്സൊക്കെ ഉണ്ടാവില്ലോ. കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാസ്കാണ്. നല്ല ക്വാളിറ്റിയുള്ള N95 ഒരു മാസ്ക്. പിന്നെ ഇത് എന്ന് വെച്ചാൽ എൻ്റെ കോവിഡ് ടെസ്റ്റ് ചെയ്ത പേപ്പറാണിത്. ഇത് ബഹ്റൈനിലേക്ക് ശരിക്കും കോവിഡ് ടെസ്റ്റ് ചെയ്ത പേപ്പറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ ദുബായ് വഴി പോകുന്നതിനെ കൊണ്ട് എമിറേറ്റ്സ് ഫ്ലൈറ്റിലൊക്കെ ഈ ഒരു കോവിഡ് ടെസ്റ്റ് നിർബന്ധമായിട്ട് വേണം. കോവിഡ് ടെസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഓതറൈസ്ഡ് ഹെൽത്ത് സെൻറ്ററിൻ്റെ പേപ്പർ ആയിരിക്കണം. അപ്പോൾ എൻ്റേത് ഇവിടെ കണ്ടില്ലേ, നോട്ട് ഡിറ്റക്റ്റഡ്, അപ്പോൾ നെഗറ്റീവാണ്. അടുത്ത വേണ്ടത് ഗ്ലൗസ് ഏറ്റവും ബെറ്ററാണ്. നമ്മളെ കൈകളൊക്കെ സേഫ്റ്റി ആയിട്ട് ഇപ്പോൾ എവിടെയെങ്കിലും പിടിക്കുകയോ സ്പർശിക്കുകയൊക്കെ ചെയ്യല്ലേ. അപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസർ, പിന്നെ നമ്മളെ പാസ്പോർട്ട്, ടിക്കറ്റ്, ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഓൾറെഡി നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നാളെ 4 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 12 മണിക്ക് കൊച്ചി അവിടെ എയർപോർട്ടിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അവിടത്തേക്കുള്ള യാത്രയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് ഇപ്പോൾ ഉള്ളത്. കോഴിക്കോട് ബൈപ്പാസിലാണ് ഇപ്പോൾ ഉള്ളത്. കോഴിക്കോടൊക്കെ ഭയങ്കര തിരക്കാണ്. കോഴിക്കോട് ബൈപ്പാസിൽ തന്നെ ഒരു അടിപൊളി കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു തട്ടുകട ഉണ്ട്. എന്തായാലും ഇതിൻ്റെ പേര് തന്നെ ഒരു വെറൈറ്റി പേരാണ്. ചെഫ് ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞൊരു തട്ടുകടയാണ് ഇത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലൈവായിട്ടാണ് എല്ലാ പരിപാടിയും. ലൈവായിട്ട് നമുക്ക് നമ്മളെ മുന്നിൽ തന്നെ സാധനമൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ച് നല്ല ഒന്നാം തരം ചായ ഒക്കെ കൊടുക്കുന്ന ഒരു ലൈവ് തട്ടുകട. അങ്ങനെ നമ്മളിപ്പം പാലിയേക്കര എത്തിയിരിക്കുകയാണ്. പാലിയേക്കര ടോളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കാര്യമൊന്നും പറയണ്ട. ഈ ഒരു ടോളുള്ളതിനെ കൊണ്ട് ഇവിടുത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു മുടിഞ്ഞ തിരക്കാണ്. ഇവിടെ 2 സെക്ഷനായിട്ടാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഫാസ്ടാഗിൻ്റെത്, മറ്റൊന്ന് ക്യാഷ് കൊടുത്തിട്ട് പോകുന്ന എൻട്രി. ഈ രണ്ടിലും ഇപ്പം നല്ല തിരക്ക് തന്നെയാണ് ഉള്ളത്. ഞങ്ങളിപ്പോൾ ഏകദേശം 1/4 മണിക്കൂറായി ഇവിടെ ഈ ഒരു ലൈനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ പല അടിപിടി സംഭവങ്ങളൊക്കെ നമ്മൾ വാർത്തകളൊക്കെ കണ്ടതാണ്. അങ്ങനെ നമ്മളിപ്പം കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറം എത്തിയിരിക്കുകയാണ്. നമ്മൾ കൊച്ചി ഹൈവേന്ന് എയർപോർട്ടിലേക്ക് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് ചെറിയൊരു കവാടം ഒക്കെ ആക്കിയിട്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ മനോഹരമായ ലൈറ്റിങ്ങോട് കൂടിയ ഒരു ചെറിയ കവാടം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
അങ്ങനെ നമ്മളിപ്പോൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. കൊച്ചി എയർപോർട്ടിലെ ഒരു ചെറിയൊരു കവാടം നമ്മളിപ്പോൾ മുന്നേ കണ്ടു. അതിനെക്കാട്ടും വലിയ 2 ഇരട്ടി വലുപ്പമുള്ള ഒരു കവാടം തന്നെയാണ് ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇവിടുന്ന് പാസ് എടുത്തതിന് ശേഷമാണ് വണ്ടികളൊക്കെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പം തന്നെ 4 എയർപോർട്ടുകളുണ്ട്. ഇപ്പൊ കണ്ണൂരടക്കം 4 എയർപോർട്ടിൽ ഏറ്റവും മനോഹരമായ എയർപോർട്ട് എന്ന് പറയാൻ പറ്റുന്നത് കൊച്ചി എയർപോർട്ട് തന്നെയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു എയർപോർട്ടാണ് ഈ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മളിപ്പോൾ എങ്ങോട്ട് നോക്കിയാലും അതിമനോഹരമായ ലൈറ്റിങ്ങോട് കൂടിയ ലൈറ്റിങ്ങിൽ തിളങ്ങി നിൽക്കുന്ന ഒരു എയർപോർട്ട് തന്നെയാണ്. ഇവിടെ ഈ ഒരു എയർപോർട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സോളാറിലാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. ഈ ലൈറ്റും കാര്യങ്ങളും ഇവിടുത്തെ എയർ ട്രാഫിക് കൺട്രോൾ റൂമും അങ്ങനെ എന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു സോളാറിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഡിപ്പാർച്ചർ സെക്ഷനിലാണ്. പക്ഷേ ഇവിടെ ഒരു തിരക്കിനൊരു കുറവില്ല കേട്ടോ. ഇവിടെ കൊറോണ എന്നൊരു വിഷയമില്ല. നമ്മളെ ലഗേജൊക്കെ നൈലോൺ വെച്ച് ചുറ്റണം, ഇല്ലെങ്കിൽ ഇവിടെ ഇപ്പം മരുന്നടിക്കുന്നുണ്ട്. മരുന്നടിച്ചിട്ടാണ് ഓരോ ലഗേജും ഉള്ളിലേക്ക് കയറ്റുന്നത്. ഒരു ഫോം കിട്ടിയിട്ടുണ്ട്, ഹെൽത്ത് ഇൻഫർമേഷൻ്റെ ഒരു ഫോം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് എമിറേറ്റ്സിൻ്റെ കൗണ്ടറിൽ കൊടുക്കണം. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ വിചാരിച്ചത്ര പുറത്ത് കണ്ടത്ര തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മളെ ലഗേജൊക്കെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ബോർഡിംഗ് പാസ് എടുക്കണം. എമിഗ്രേഷൻ കൗണ്ടർ എവിടെയാണെന്ന് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ആ സൈഡിലാണെന്ന് തോന്നി. ഈ സെക്ഷനിലൊക്കെ എയർ അറേബ്യ അങ്ങനത്തെ ഫ്ലൈറ്റുകളുടെ എന്താണ് എല്ലാ സെക്ഷനും ഉണ്ട് ഇവിടെ. പക്ഷേ ഇപ്പോൾ അധിക കൗണ്ടറും ഇവിടെ ക്ലോസ് ആയി കിടക്കുകയാണ്. ഇപ്പോൾ എയർ അറേബ്യയും പിന്നെ ഖത്തർ എയർവേസിൻ്റെ ഉണ്ട്, പിന്നെ എമിറേറ്റ്സ് ഉണ്ട്. അങ്ങനെ ചുരുക്കം ഫ്ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ക്ലോസ് ആയിട്ട് കിടക്കുക. നമ്മളെ ഫ്ലൈറ്റ് എമിറേറ്റ്സ് ആണ്. എമിറേറ്റ്സിൻ്റെ ചെക്ക് ഇൻ കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. എമിഗ്രേഷൻ കൗണ്ടറിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് എമിറേറ്റ്സിൻ്റെ ഗേറ്റ് നമ്പറിലേക്കാണ്. ഗേറ്റ് നമ്പർ 4 ആണ് നമുക്ക് കിട്ടിയത്. ഇതൊക്കെ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാട്ടോ. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് നിങ്ങൾ കാണുന്നത്. എന്തോരം സാധനങ്ങളൊക്കെയാണോ ഡ്യൂട്ടി ഫ്രീയിലുള്ളത്. ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 2 മണിക്കൂറും കൂടെ നമ്മളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗേറ്റ് നമ്പർ 4-ലാണ്. 4-ൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ഇവിടെ എല്ലാത്തരം കോഫികളും കിട്ടും. ഈ ഒരു കോഫി അവർ ഉണ്ടാക്കി തരുന്ന സമയത്ത് നല്ലൊരു ഡിസൈനും കൂടി കോഫിയുടെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 2 കോഫിയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. അവനും ഞാനും ഓരോരോ കോഫി ഓർഡർ ചെയ്തപ്പോൾ വ്യത്യസ്തമായ 2 ഡിസൈനുകൾ ഈ ഒരു കോഫീൻ്റെ മുകളിലായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. Hello, how are you guys? I hope you enjoyed your flight. See you soon in Emirates. Subscribe to this channel. Okay, thank you. Bye bye. അങ്ങനെ നമ്മളിപ്പം ഫൈനലി എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. എയർബസ് പെട്ട EK533 എന്നൊരു ഫ്ലൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്.
ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ആകാശ നൗക എന്ന് തന്നെ പറയാം. ഇപ്പം നമ്മൾ വരുന്ന സമയത്ത് ഫ്ലൈറ്റിലേക്ക് എൻ്റർ ആകുന്ന നേരം ഫസ്റ്റ് കാണുന്നത് ബിസിനസ് ക്ലാസ് ആണ്. ബിസിനസ് ക്ലാസ് കഴിഞ്ഞിട്ടാണ് മുന്നോട്ടേക്കാണ് എക്കണോമിക് ക്ലാസ് വരുന്നത്. ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ്, അതുപോലെ തന്നെ എക്കണോമിക് ക്ലാസ്, ഇങ്ങനെ 3 ടൈപ്പായിട്ടാണ് ഈ ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റിലുള്ളത്. ബിസിനസ് ക്ലാസ്സിൽ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബിസിനസ് ക്ലാസ്സിലെ സീറ്റൊക്കെ കണ്ടോ, ഓരോരുത്തർക്കും ഓരോരോ ഏരിയകൾ കൊടുത്തിട്ടുള്ള ഒരു സീറ്റാണുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും സ്ക്രീനൊക്കെ മുന്നിലുള്ള സീറ്റുകളാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എക്കണോമി നോക്കുകയാണെങ്കിലും എക്കണോമിയിലും നല്ലൊരു ഫെസിലിറ്റീസ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഈ ഒരു ഫ്ലൈറ്റിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് പറക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള ഫ്ലൈറ്റ് സേഫ്റ്റി ഇൻസ്ട്രക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ദുബായിലെത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാം. അങ്ങനെ നമ്മൾ 3.5 മണിക്കൂർ പറക്കലിന് ശേഷം ദുബായിലെത്തിയിരിക്കുകയാണ്. ഇപ്പം ദുബായിലാണ് ഉള്ളത്. ഏകദേശം കാർഗോ ഒക്കെ ഇവിടെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ആകെ 2 മണിക്കൂറാണ്. 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ അടുത്ത ബഹ്റൈനിലേക്കുള്ള ഫ്ലൈറ്റ് ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ദുബായിൽ എത്തിയിരിക്കുകയാണ്. ദുബായ് എയർപോർട്ടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല. കോവിഡ് കാലമായത് കൊണ്ടായിരിക്കാം അത്ര വലിയ തിരക്കൊന്നും ഈ ഒരു എയർപോർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തായാലും അത്യാവശ്യം എല്ലാ സർവീസുകളും ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പാസഞ്ചേഴ്സൊക്കെ അവിടെ ആയിട്ടുണ്ട്. കുറേ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഏകദേശം 1.5 മണിക്കൂർ ഇവിടെ ദുബായിൽ വെയിറ്റിംഗ് ഉണ്ട്. 1.5 മണിക്കൂറിന് ശേഷമാണ് അടുത്ത ഫ്ലൈറ്റ് ബഹ്റൈനിലേക്ക് ഉള്ളത്. അപ്പോൾ ഏകദേശം ദുബായ് എയർപോർട്ടിൻ്റെ ഉള്ളൊക്കെ എനിക്ക് ഈ ഒരു ക്യാമറയിൽ പകർത്താൻ പറ്റുന്ന ഏരിയകളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഇവിടെ ക്ലോസ് ആട്ടോ. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കോവിഡ് കാലമായത് കൊണ്ടാണ് മൊത്തം കവർ ചെയ്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒന്നും ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. അതുപോലെ തന്നെ കോഫി ഷോപ്പൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ദുബായ് എയർപോർട്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഏരിയകളൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് ബഹ്റൈനിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ സമയമായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം.
നമുക്ക് ഇവിടുന്ന് ബഹ്റൈനിലേക്കാണ് നമ്മളിപ്പം ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഇപ്പം നമുക്കൊരു കിറ്റ് കിട്ടിയിട്ടുണ്ട്, അതായത് ട്രാവൽ ഹൈജീൻ കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സേഫ്റ്റി കിറ്റ്. ഇതിപ്പോൾ എമിറേറ്റ്സ് കൊടുക്കുന്നതാണ്. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഇപ്പം എനിക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ കോവിഡ് കാലമായതുകൊണ്ട് ഫേസ് കവറും അതുപോലെ തന്നെ ഈ കിറ്റിലുള്ളത് മാസ്ക്, അതുപോലെ തന്നെ 2 മാസ്ക് ഉണ്ട്, 2 ഗ്ലൗസ്, പിന്നെ ചെറിയ പാക്കറ്റ് സാനിറ്റൈസർ. ഇതൊക്കെ ഈ ഒരു ഫ്ലൈറ്റിൽ കൊടുക്കുന്നതാണ്. ഇത് കൊച്ചിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് പോകുന്നേരം ഈ ഒരു ഫ്ലൈറ്റിലും കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ബഹ്റൈനിലേക്ക് എത്താറായി. ബഹ്റൈൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ദുബായിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് ബഹ്റൈനിലേക്ക് എത്താൻ പറ്റും. ഫ്ലൈറ്റ് വഴി ഏകദേശം 1 മണിക്കൂറാണ് ദുബായിൽ നിന്ന് ബഹ്റൈനിലേക്ക് എത്താൻ പറ്റുന്നത്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളിപ്പം ബഹ്റൈൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ബഹ്റൈൻ എയർപോർട്ടിലെ ഉള്ളിലുള്ളൊരു കാഴ്ചയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് പോയിട്ട് വേണം കോവിഡ് ടെസ്റ്റ് ചെയ്യണം, എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ കഴിയണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കും, കാരണം ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 60 BD ഇവിടെ ഗവൺമെൻറ്റിൽ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ഉണ്ടെങ്കിൽ BD ആണെങ്കിൽ ഈ ഒരു മെഷീനിലാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. എമിഗ്രേഷൻ ചെക്കൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ലഗേജ് എവിടെയാണെന്ന് നോക്കണം. എന്നിട്ട് അതുകൂടെ കഴിഞ്ഞാൽ കോവിഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടുന്ന് കേട്ടോ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തു നിന്നാണ്. അങ്ങനെ നമ്മളിപ്പോൾ ബഹ്റൈൻ എയർപോർട്ടിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. പുറത്തുള്ളൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ ആകെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എരേവൽ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സും അങ്ങനെയുള്ള ഫുൾ ടീം തന്നെ അവിടെ ഉണ്ട്. കാരണം കോവിഡ് ടെസ്റ്റ് ചെയ്ത് ഫുൾ ഡീറ്റെയിൽസൊക്കെ വാങ്ങി വെച്ചതിന് ശേഷമാണ് നമ്മളെ പുറത്ത് വിടുന്നത്. അപ്പോൾ എന്നിട്ട് ഏകദേശം 3 മണിക്കൂർ കൊണ്ട് നമ്മൾ റിപ്പോർട്ട് വരും. റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് ഏത് വണ്ടിയിലും കയറിപ്പോവാം. അപ്പോൾ ഇനിയും ബഹ്റൈനിലെ നല്ല നല്ല കാഴ്ചകളുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.